ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സച്ചൂസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്യാപ്സിക്കം കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ആണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്യാപ്സിക്കം കുറച്ച് വലുതാക്കി ഈ കാണുന്ന വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് ഗ്രീൻ ക്യാപ്സിക്കം കൂടെ കിട്ടുന്നതാണ്, പക്ഷേ എനിക്ക് മഞ്ഞയും റെഡും മാത്രമാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഓരോന്നും ഇതെടുത്തിരിക്കുന്നത്. പിന്നെ സവാളയും വലിയ രീതിയിൽ തന്നെയാണ് മുറിക്കേണ്ടത്, ചെറുതാക്കിയല്ല. ആ ക്യാപ്സിക്കം അരിഞ്ഞ അതേ രീതിയിൽ തന്നെ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളകാണ്. അതിനുശേഷം അത് പാചകം ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു കടായി എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം. അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു. കടുക് പൊട്ടി വന്നതിന് ശേഷം നീളത്തിലരിഞ്ഞ പച്ചമുളകും ആ വലിയ രീതിയിൽ അരിഞ്ഞ സവാളയും നമ്മൾ അതിലേക്കിട്ട് വഴറ്റുകയാണ് ചെയ്യുക. വലിയ രീതിയിലുള്ള ഒരു വേവ് ഈ ഒരു സ്പെഷ്യൽ കറിക്ക് ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി തന്നെയാണ് ഇത്. ചെറിയ രീതിയിലുള്ള വേവേ ഇതിനാവശ്യമുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും അത് നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരു സിമ്മിലിടാം, അത് അടിയിൽ നിന്ന് നമുക്ക് കരിഞ്ഞു പോകുന്ന രീതിയിൽ വരരുത്. അപ്പോൾ ഒരു സിമ്മിലിട്ട് നമ്മൾ വേവിക്കുക. ഈ ക്യാപ്സിക്കം, ബ്രൊക്കോളി, കോളിഫ്ലവർ ഇതിനൊന്നും നമുക്ക് അധികം വേവിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമ്മൾ ഒരത്യാവശ്യം തീയിൽ വെച്ചിട്ട് വേവിക്കുക. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർക്കുന്നത്. കറിവേപ്പില ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. ചെറിയ രീതിയിൽ അത് കുക്കായി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് അടച്ച് വെക്കണം എന്നില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നന്നായി വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് ടർമറിക് പൗഡർ ആദ്യം ചേർക്കുന്നു. അതിനുശേഷം വളരെ ചെറിയ ഒരു 1/2 ടീസ്പൂൺ തന്നെ ചില്ലി പൗഡർ നമ്മൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കുന്നു. വീണ്ടും ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇടുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആക്കും. അപ്പോൾ അങ്ങനെ ആവരുത്. ഒരു ഡ്രൈ ഫ്രൈ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഉപ്പിടുന്നത്. അത് പാകമായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ഇപ്പം തന്നെ ഏകദേശം ഈ ക്യാപ്സിക്കം ഉപ്പേരി ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ചെറിയൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കുന്നത് പോലെ ക്യാപ്സിക്കം ചില്ലി മഞ്ചൂരിയൻ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഡ്രൈ കറിയാണ്. നമുക്ക് ഗ്രേവി അല്ല, ചെറിയ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കറി തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഇത് പാകമായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് അപ്പം അതുപോലെ ചപ്പാത്തി ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് സമയമില്ലാത്ത ടൈമിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ക്യാപ്സിക്കം കറിയാണ്. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.